എവരിവൺ വെൽക്കം ടു എജുപാത്ത്. CDPO എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. മെമ്മറിയാണ് നമ്മുടെ ടോപ്പിക്ക്. ലൈവിൽ അവസാനമായി മെമ്മറിയെക്കുറിച്ചുള്ള പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെമ്മറിയുടെ ഈ പോർഷൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. മെമ്മറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെമ്മറി എന്താണ്, മെമ്മറി എന്ന പ്രോസസ്സിൽ എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ, ഇങ്ങനെ മൂന്ന് സ്റ്റേജസിലൂടെയാണ് മെമ്മറി എന്ന പ്രോസസ്സ് നടക്കണതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റേജസ് ഓഫ് മെമ്മറി കഴിഞ്ഞ് മോഡൽസ് ഓഫ് മെമ്മറീസ് ഏതൊക്കെയാണ് മെമ്മറിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള 3 മോഡൽസ് ഏതൊക്കെയാണ്. ഒന്ന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, വർക്കിംഗ് മെമ്മറി മോഡൽ, 12-in മോഡൽ ഓഫ് മെമ്മറി, ദ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ അനുസരിച്ചുകൊണ്ട് തന്നെ സെൻസറി മെമ്മറി എന്നും ഷോർട്ട് ടേം മെമ്മറി എന്നും അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറി എന്നും പറഞ്ഞത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു. 12-ന്റെ മോഡൽ, അതുപോലെ 12-in പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ക്രൈക്ക് ലോക്കാർട്ടിൻ്റെ മോഡൽ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വർക്കിംഗ് മെമ്മറി മോഡൽ, അതായത് ഷോർട്ട് ടേം മെമ്മറിയെ നമ്മൾ പറയുന്നതാണ് വർക്കിംഗ് മെമ്മറി മോഡൽ എന്ന രീതിയിൽ നമ്മൾ അതിനെ വെച്ചാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്, ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മളൊരു മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മെമ്മറി എന്ന പോർഷനാണ് നമ്മളിനി പറയാനുള്ളത്. അപ്പോൾ ഈ പോർഷൻസ് നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ മൂഡ് കോൺക്രുവൻറ്റ് മെമ്മറി അതിലൊരു വൺ ഓഫ് ദ ടൈപ്പാണ്. അതായത് നമ്മളൊരു കാര്യത്തിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിൽ എൻകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂഡ് എങ്ങനെയാണോ ആ രീതിയിലാണ് നമുക്കത് റിട്രീവ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ മൂഡ് എങ്കിലും നമ്മുടെ മെമ്മറി ലെവൽ അത് എൻഹാൻസ് ചെയ്യിക്കുന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സ്വച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നാണ് പഠിക്കണതെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അതുപോലുള്ളൊരു സിമിലർ സിറ്റുവേഷനാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അന്ന് പഠിച്ചിരുന്ന എൻകോഡിങ് നടന്ന സമയത്തുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നോ, മൂഡ് എങ്ങനെയായിരുന്നോ ആ മൂഡിനനുസരിച്ചുകൊണ്ട് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള മൂഡാണ് നമ്മൾ റിട്രീവ് ചെയ്യുമ്പോഴും നമുക്കുള്ളത് എങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് കൂടുതൽ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് പറയണത്. സോ വി ക്യാൻ സേ മെമ്മറി ക്യാൻ ബി എൻഹാൻസസ് വെൻ അവർ മൂഡ് ഡ്യൂറിങ് റിട്രീവൽ ഇസ് സിമിലർ ടു ദാറ്റ് വെൻ ഹി ഫസ്റ്റ് encoded some information. So this enhanced recall is known as mood dependent or mood congruent memory. Mood dependent memory എന്നും പറയാം, mood congruent memory എന്നും പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെറ്റാ മെമ്മറിയാണ്. മെറ്റാ മെമ്മറി എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫ്ലേവലാണ്. 1971 ഫ്ലേവൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ മെമ്മറി അബൌട്ട് വൺസ് ഓൺ മെമ്മറി എന്നുള്ളതാണ്. നമ്മുടെ മെമ്മറിയെ കുറിച്ച്, അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെമ്മറി ലെവൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ, നമ്മുടെ എൻകോഡിങ് ലെവൽ എങ്ങനെയാണ്, നമ്മുടെ സ്റ്റോറേജിങ് ലെവൽ എങ്ങനെയാണ്, നമ്മുടെ റിട്രീവൽ എങ്ങനെയാണ്, ഇങ്ങനെ നമ്മളെ മെമ്മറിയെ കുറിച്ചുള്ള മെമ്മറിയാണ് നമുക്ക് പറയാൻ പറ്റുക മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. സോ മെമ്മറി അബൌട്ട് അവർ ഓൺ മെമ്മറി എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് വൺസ് ഓൺ മെമ്മറി എന്നും പറയാൻ പറ്റും. അതായത് നമ്മുടെ മെമ്മറിയെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യാണ്. നമുക്ക് എത്രത്തോളം സമയം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ എൻകോഡിങ് എന്നുള്ളത് നമുക്ക് വളരെ കംഫർട്ട് ആവുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു അനാലിസിസ് ആണ് ഈ മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെമ്മറി അബൌട്ട് അവർ ഓൺ മെമ്മറി ഓർ അനാലിസിസ് ഓഫ് വൺസ് ഓൺ മെമ്മറി. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെറ്റാകോഗ്നീഷൻ. മെറ്റാകോഗ്നീഷൻ എന്ന് പറയുമ്പോഴെന്താ, അവനവൻ്റെ കൊഗ്നീഷനെ കുറിച്ചിട്ടുള്ള ഇതാണ് നമുക്ക് മെറ്റാകോഗ്നീഷൻ എന്ന് പറയാം. അവനവൻ്റെ കൊഗ്നീഷനെ കുറിച്ചുള്ള, അതായത് നമ്മുടെ കൊഗ്നീഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് മെറ്റാ കൊഗ്നീഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ബോത്ത് ദ ഇൻട്രോസ്പെക്റ്റീവ് നോളജ് ഓഫ് വൺസ് ഓൺ മെമ്മറി കാപ്പബിലിറ്റീസ് ആൻഡ് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ മെമ്മറി സെൽഫ് മോണിറ്ററിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബോത്ത് ദ ഇൻട്രോസ്പെക്റ്റീവ് നോളജ് ഓഫ് വൺസ് ഓൺ മെമ്മറി കാപ്പബിലിറ്റീസ്, അവനവൻ്റെ മെമ്മറി കാപ്പബിലിറ്റീസിനെ കുറിച്ചുള്ള നമ്മുടെ ഉൾക്കാഴ്ച, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ മെമ്മറി പ്രോസസ്സിൽ നമ്മളിവിടെ ഇൻവോൾവ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നതൊക്കെയാണ് നമ്മൾ മെറ്റാ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് സെൽഫ് അവെയർനെസ് ഓഫ് മെമ്മറി ഹാസ് ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഹൗ പീപ്പിൾ ലേൺ ആൻഡ് യൂസ് മെമ്മറീസ്. അപ്പോൾ
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ മെമ്മറിയെക്കുറിച്ചുള്ള സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞത് പല കാര്യങ്ങളിലും, ഇപ്പോൾ ഓരോ ആളുകളും ഓരോന്ന് പഠിക്കുന്നതിലും അവനവൻ്റെ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നതിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയാൻ പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാണ്, നമ്മളെ മെമ്മറി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളെ സഹായിക്കുന്നത് എന്താ, നമുക്ക് എങ്ങനെ പഠിച്ചാലാണ് ഓർക്കാൻ പറ്റുന്നത് എന്നത് എന്നുള്ള തിരിച്ചറിവാണ് അല്ലേ. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി ഈസിയർ ആക്കി മാറ്റാൻ പറ്റുക. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് അവെയർനെസ് മെമ്മറി എന്ന് പറയുന്നതിന് എങ്ങനെ ആളുകൾ പഠിക്കുന്നു എന്നതിനും എങ്ങനെ മെമ്മറി ഉപയോഗപ്പെടുത്തുന്നു എന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സെൽഫ് അവെയർനെസ് ഓഫ് ദ വേ ഇൻ വിച്ച് മെമ്മറി ഫങ്ഷൻസ്, അലൗവിംഗ് ദ പേഴ്സൺ ടു എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ഇഫക്റ്റീവ്ലി. ദെൻ നമുക്ക് അതിൽ ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലാഷ് ബൾബ് മെമ്മറി ഒക്കെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഒരു മിനിറ്റ്, ഫ്ലാഷ് ബൾബ് മെമ്മറി അനദർ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഫ്ലാഷ് ബൾബ് മെമ്മറി, ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് മെമ്മറി നമുക്ക് പറയാൻ പറ്റും. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് ടേം മെമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാവിൻ്റെ തുമ്പിലുണ്ട് നമ്മൾ പറയാറില്ലേ, പെട്ടെന്ന് നമുക്കത് സ്പോട്ടിൽ നമുക്കത് കത്തും. ആ കൈൻഡ് ഓഫ് മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. ആ ഫ്ലാഷായിട്ട് ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്ന് നമുക്ക് കത്തുക, ദാറ്റ് ഈസ് ഫ്ലാഷ് ബൾബ് മെമ്മറി. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇംപ്ലിസിറ്റ് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും പറയാത്തതാണ് ഞാനിവിടെ ടൈപ്സ് ഓഫ് മെമ്മറി എന്ന രീതിയിൽ ഇവിടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് നെറ്റ് തിയറി, സ്ട്രക്ചർ ഓഫ് മെമ്മറിയിൽ കുറച്ച് തിയറീസ് ആണ്. ഈ തിയറീസ് ആക്ച്വലി CDPO എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യമില്ല, എന്നാലും നമുക്കത് പറഞ്ഞു പോവാം. വളരെ ഏർലിയർ ആയിട്ടുള്ളൊരു തിയറിയാണ് നെറ്റ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ മെമ്മറി എന്ന് പറയുന്നത് ഈ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നോഡ്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് നോഡ്സ് ആയിട്ട് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ് മെമ്മറി എന്നാണ് പറയുന്നത്. അതായത് ദീസ് നോഡ് സ്റ്റാൻഡ്സ് ഫോർ കോൺസെപ്റ്റ്സ് ആണ്. അത് 4 ലേബിൾസ് ഉണ്ട്, നിങ്ങളത് നോക്കേണ്ട. 4 ലേബിൾസ് ആണ് കേട്ടോ, എൻ്റെ സ്പെല്ലിംഗ് എററാണ്. ദിസ് ലേബിൾ സ്റ്റാൻഡ്സ് ഫോർ ലേബിൾസ് ഓർ കോൺസെപ്റ്റ്സ് എന്നാണ്. സോ നെറ്റ്വർക്ക് മോഡൽസ് ഓഫ് മെമ്മറി സ്റ്റോറേജ് എംഫസൈസ് ദ റോൾ ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ സ്റ്റോർഡ് മെമ്മറീസ് ഇൻ ദ ബ്രെയിൻ. നെറ്റ്വർക്ക് മോഡൽസ് ഓഫ് മെമ്മറി സ്റ്റോറേജ് എന്ന് എംഫസൈസ് ചെയ്യുന്നത് the role of connections between stored memories in the brain. നമ്മുടെ മെമ്മറി ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയുടെ കണക്ഷൻസിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മോഡൽസ് ഓഫ് മെമ്മറി സ്റ്റോറേജ് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ആനിമൽ കിങ്ഡത്തിനെ കുറിച്ച് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമുക്കറിയാം. സോ എങ്ങനെയാണ് how do the vertebrates is connected to animal kingdom, അത് നമ്മളവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. മാമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എങ്ങനെയാണ് വെർട്ടിബ്രേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നും എങ്ങനെയാണ് ഈ മെമ്മറി ഓരോന്നും എങ്ങനെ കണക്ട് ചെയ്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഓരോന്നും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നെറ്റ്വർക്ക് തിയറി പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനില്ല, ബിക്കോസ് ഇതൊരു PG ലെവലിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CDPOനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ടോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആനിമൽ കിങ്ഡത്തിൽ വൈൽഡ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ ബേർഡ് എന്ന് പറയുമ്പോൾ ക്രൗ പറയുന്നുണ്ട്, ക്രൗവിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളിവിടെ ക്രോ ഉണ്ട്, ക്രോവിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയാറുണ്ട്. ക്രോ ആണ്, കൗവല്ല കേട്ടോ, ക്രോ ആണ്, കാക്കയാണ്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. പിന്നെ ടൈഗർ ഉണ്ട്, ടൈഗറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ വൈൽഡ് ആനിമൽസിൽ നമ്മൾ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ ബേർഡിനെ ആലോചിക്കുമ്പോഴും വൈൽഡ് ആനിമൽസിനൊക്കെ നമുക്കറിയാം ഇതെല്ലാം ആനിമൽ കിങ്ഡത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റ്സിനെയും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് അസ്യൂംസ് മെമ്മറി ആസ് എ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് വിത്ത് മോർ കോൺക്രീറ്റ് കോൺസെപ്റ്റ് സെറ്റിൽഡ് ആൻഡ് ആൻ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. ഓക്കെ, ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സിലേക്ക് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അടുത്തൊരു തിയറിയാണ് സ്കീമ തിയറി എന്ന് പറയുന്നത്. സ്കീമ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് ബാർട്ട്ലെറ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബാർട്ട്ലെറ്റ് സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അപ്പാരൻ്റ്ലി പൊസസസ് ജനറിക് നോളേജ് in the form of unconscious mental structures, and that these structures produce schematized errors in recall when they interact with incoming information.
Bartlett suggested that human beings apparently possesses generic knowledge. അവർ പോസസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഒരു ജനറിക് നോളജ് നമ്മൾ പോസസ് ചെയ്യുന്നത്? എന്ത് ഫോമിലാണ്? അൺകോൺഷ്യസ് മെൻ്റൽ സ്ട്രക്ചേഴ്സ്. അൺകോൺഷ്യസ് മെൻ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സ്കീമാറ്റ എന്നാണ്. നമ്മൾ മനസ്സിൽ സ്കീമ എന്ന് പറയുമ്പോൾ എന്താ? മെൻ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സംതിങ് ആണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സ്കീമാറ്റ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു ജനറിക് നോളജ് നമ്മൾ സൂക്ഷിക്കുന്നത് ഏത് ഫോമിലാണ്? അൺകോൺഷ്യസ് ആയിട്ടുള്ള മെൻ്റൽ സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞത്. ഇനി ഈ സ്ട്രക്ചേഴ്സ്, ഈ മെൻ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്കിമാറ്റൈസ്ഡ് എറേഴ്സ് ഇൻ റീകോൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ഇൻകമിങ് ഇൻഫർമേഷൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ഇൻകമിങ് ഇൻഫർമേഷൻ വരുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെൻ്റൽ സ്ട്രക്ചർ സംടൈംസ് എന്തുണ്ടാക്കാം? എറേഴ്സ് ഉണ്ടാക്കാം. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പം അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാക്കാം. അതായത് ഇതും കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടാക്കാം എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇറ്റ് പോസസസ് ജനറിക് നോളജ് ഇൻ ദ ഫോം ഓഫ് അൺകോൺഷ്യസ് മെൻ്റൽ സ്ട്രക്ചേഴ്സ്. And these mental structures produce schematized errors in recall when they interact with incoming information. Thus, it is through schemata that old knowledge influences new information. ഓക്കെ, ഓൾഡ് നോളജ് ഈ ഒരു സ്കിമാറ്റയിലൂടെ പഴയ നോളജ് എന്ത് ചെയ്യാണ്? പുതിയ ഇൻഫോർമേഷനെ കണക്ട് ചെയ്യുകയാണ്, ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിനെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നത് അത്രയും നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ദെൻ ബയോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറിയാണ്. ബയോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ കോഗ്നിറ്റീവ് ബേസ്ഡ് മെമ്മറി നമുക്ക് നോക്കാം. അതായത് മെമ്മറിയിലെ നമ്മുടെ ബ്രെയിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ കോഗ്നിറ്റീവ് ബേസ്ഡ് മെമ്മറി കോൺസെൻട്രേറ്റഡ് ഓൺ ഹിപ്പോകാമ്പസ് ആൻഡ് തലാമസ്. Concentrated on hippocampus and thalamus. So hippocampus ആണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. എന്താണ്? ഹിപ്പോകാമ്പസ് ആണ്. ഹിപ്പോകാമ്പസിൻ്റെ മെയിൻ സെൻറ്റർ ആണെന്ന് പറയും മെമ്മറിയുടെ. അപ്പോൾ ഒരു സർജറി ഒരു ആളിൽ കണ്ടക്ട് ചെയ്ത സമയത്ത് അയാളുടെ ഹിപ്പോകാമ്പസിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഹിപ്പോകാമ്പസിൻ്റെ ഒരു പാർട്ടാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ചില പാസ്റ്റ് തിങ്സ്, ഹി കുഡ് റീകോൾ ദ പാസ്റ്റ് തിങ്സ്, പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഹി കനോട്ട് സ്റ്റോർ ആൻഡ് റിട്രീവ് ദ ന്യൂ ഇൻഫർമേഷൻ. പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പുതിയ കാര്യങ്ങളെ ഓർക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? ഹി വാസ് പ്രൊഫൗണ്ട്ലി അംനേഷിക് ഫോർ ന്യൂ ലേണിംഗ്, ബോത്ത് എപ്പിസോഡിക് ആൻഡ് സെമാൻറ്റിക്. എന്താണ് എപ്പിസോഡിക് മെമ്മറി? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ അത് പോയിട്ട് കേൾക്കുക. എൻ്റെ ലൈവ് വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡിക് ആൻഡ് സെമാൻറ്റിക്. ഓക്കെ, ന്യൂ ലേണിംഗ്, അതായത് എപ്പിസോഡിക് ആയിട്ടുള്ള സെമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും അവിടെ അയാൾ എന്തായിരുന്നു? പ്രൊഫൗണ്ട്ലി അംനേഷിക് ആയിരുന്നു. അവർക്ക് ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അയാളുടെ ഹിപ്പോകാമ്പസിൻ്റെ ഒരു ഭാഗം റിമൂവ് ചെയ്ത സമയത്ത്. സോ ദ ഹിപ്പോകാമ്പൽ ഡാമേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എൻകോഡിങ് ആൻഡ് സ്റ്റോറിംഗ് പ്രോസസ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ റിമൂവൽ ഓഫ് ദി ഹിപ്പോകാമ്പസ് ലീഡ് ടു ഫെയിലിയർ ഓഫ് എൻകോഡിങ് ആൻഡ് സ്റ്റോർ ദ ന്യൂ ഇൻഫർമേഷൻ. ഇൻഫോർമേഷൻ്റെ ഒരു ഭാഗത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? എൻകോഡിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്യുന്നതിൽ തടസ്സം വരുന്നു. സോ ഹിപ്പോകാമ്പസ് ഈസ് ഡീലിംഗ് വിത്ത് ഡിക്ലറേറ്റീവ് മെമ്മറി, ഫാക്ച്വൽ മെമ്മറി. വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ്. അങ്ങനെയാണ് ഹിപ്പോകാമ്പസ് ഒരു ബ്രെയിനിൻ്റെ മെയിൻ സെൻറ്റർ ആണ്. അപ്പോൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ആൻ ഇവൻറ്റ് ഈസ് നോട്ട് ഇൻസ്റ്റന്റേനിയസ്ലി സ്റ്റോർഡ് ഇൻ ലോങ് ടേം മെമ്മറി. Instead, sensory details from the event are slowly assimilated into long-term storage over time through the process of consolidation. ഓക്കെ, സോ നമ്മൾ പറയുകയാണ് ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുക? ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല. പകരം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ഇവൻറ്റിൻ്റെ സെൻസറി ഡീറ്റെയിൽസ് പതുക്കെ എന്ത് ചെയ്യുന്നു? അസിമിലേറ്റ് ചെയ്യുന്നു. ലോങ് ടേം മെമ്മറിയിലേക്ക് പതുക്കെ അസിമിലേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ത്രൂ ദി പ്രോസസ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പതുക്കെ അതെന്ത് ചെയ്യുന്നു? അതിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Then, damage to hippocampus usually results in difficulties forming new memories or anterograde amnesia, and normally also brings about problems assessing memories that were created prior to damage or retrograde amnesia. അപ്പോൾ നമ്മളോട് പറയുന്നു ഹിപ്പോകാമ്പസിന് വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി റിസൾട്ട്സ് ഇൻ ഡിഫിക്കൽട്ടീസ് ഫോമിങ് ന്യൂ മെമ്മറീസ് ഓർ ആൻറ്റിറോഗ്രേഡ് അംനീഷ്യ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ മെമ്മറീസിനെ ഫോം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരിക.
അതായത് പഴയ മെമ്മറീസിന് അദ്ദേഹത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പുതിയ മെമ്മറീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള അംനേഷ്യക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്ററോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. ആൻഡ് നോർമലി ബ്രിങ്സ് അബൌട്ട് പ്രോബ്ലം അസസിങ് മെമ്മറീസ് ദാറ്റ് വർ ക്രിയേറ്റഡ് പ്രയർ ടു ദ ഡാമേജിന് മുമ്പുള്ള മെമ്മറീസ് ഒക്കെ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ആറ്റുന്നില്ല എന്നാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിട്രോഗ്രേഡ് അംനേഷ്യ. നമ്മൾ അംനേഷ്യ വീണ്ടും പറയും, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ ഡാമേജ് മെ നോട്ട് എഫക്ട് മച്ച് ഓൾഡർ മെമ്മറീസ്. പഴയ നമ്മൾ പറഞ്ഞു ഈ ഡാമേജ് പഴയ മെമ്മറീനെ അത്രത്തോളം ബാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയണത് ഈ ഒരു ഹിപ്പോ ക്യാമ്പസിന് കൺസോൾട്ടേഷൻ പ്രോസസ്സിലെ മെമ്മറിയുടെ കൺസോൾട്ടേഷൻ മെമ്മറിനെ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ദെൻ അമിഗ്ഡാലയാണ് അടുത്തത് പറയുന്നത്. അമിഗ്ഡാലയ്ക്കും ഇതുപോലെ വലിയ റോൾ ഉള്ളതാണ് കൺസോൾട്ടേഷൻ പ്രോസസ്സിൽ. ഇമോഷണൽ മെമ്മറീസിന്റെ കൺസോൾട്ടേഷൻ പ്രോസസ്സിൽ അമിഗ്ഡാലയ്ക്ക് വലിയ റോൾ ഉണ്ട്. സോ അമിഗ്ഡാല ഈസ് ഇൻവോൾവ് ഇൻ മീഡിയേറ്റിംഗ് ദ ഇഫക്ട്സ് ഓഫ് ഇമോഷണൽ അറൗസൽ ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദ മെമ്മറി ഓഫ് എൻ ഇവന്റ്. Even if the amygdala is damaged, memories can still be encoded. ദി അമിഗ്ഡാല ഈസ് മോസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ എൻഹാൻസിങ്. അതായത് അമിഗ്ഡാലയ്ക്ക് ഡാമേജ് വെച്ചെന്ന് വെച്ചിട്ട് എൻകോഡിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കാതിരിക്കില്ല. മെമ്മറി എൻകോഡിംഗ് എന്ന പ്രോസസ്സ് അവിടെ നടക്കും. അപ്പോൾ പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത് എന്താണ്, ഇവിടുത്തെ ഇമോഷണൽ മെമ്മറി റിലേറ്റഡ് ടു ഇമോഷൻ എന്നുള്ളതാണ് അമിഗ്ഡാലയുടെ റോള്. അതായത് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ മീഡിയേറ്റിംഗ് ദി ഇഫക്ട്സ് ഓഫ് ഇമോഷണൽ അറൗസൽ ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി മെമ്മറി. On the strength of the memory of an event. Even if the amygdala is damaged, memory can still be damaged. അപ്പോൾ നമ്മൾ പറഞ്ഞു അമിഗ്ഡാല അവിടെ ഡാമേജ് ആവുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും മെമ്മറി അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, പക്ഷേ ഇമോഷണൽ മെമ്മറീനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ഒരു ഇമോഷണൽ മെമ്മറിയുടെ കൺസോൾട്ടേഷൻ എന്നൊരു പ്രോസസ്സാണ് അവിടെ നടക്കാതിരിക്കുന്നത്. സോ അമിഗ്ഡാല ഈസ് മോസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ എൻഹാൻസിങ് ദ മെമ്മറീസ് ഓഫ് ഇമോഷണലി ചാർജ്ഡ് ഇവൻറ്റ്സ്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് വളരെ ഹാപ്പിയസ്റ്റ്, നമ്മുടെ ഒരു വെഡ്ഡിങ് ഡേ അല്ലെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയസ്റ്റ് ഡേ ആയിട്ടുണ്ടാകും, നമുക്കൊരു കുട്ടി ഉണ്ടാവുന്ന ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബർത്ത്ഡേ, അങ്ങനെയുള്ള ഇമോഷണലി നമുക്ക് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിന് കൂടുതൽ സഹായിക്കുന്നത് അമിഗ്ഡാലയാണ്. Recalling of the details of the particular day when you experienced as a traumatic accident. Then what is the role of cerebellum? സെറിബെല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയറൽ മെമ്മറി അല്ലെങ്കിൽ മോട്ടോർ ലേണിങ്ങുമായിട്ടാണ്. അതായത് പ്രൊസീജിയറൽ മെമ്മറി എന്താ, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയറൽ മെമ്മറി പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സെറിബെല്ലം ഇരിക്കുന്നത്. സെറിബെല്ലം ഈസ് മോർ ജനറലി ഇൻവോൾവ് ഇൻ മോട്ടോർ ലേണിംഗ് ആൻഡ് ഡാമേജ് ടു ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ പ്രോബ്ലംസ് ഇൻ മൂവ്മെന്റ്. അത് നമുക്കറിയാം, മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സെറിബെല്ലം ഇരിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് തോട്ട് ടു കോർഡിനേറ്റ് ദ ടൈമിംഗ് ആൻഡ് അക്യുറസി ഓഫ് മൂവ്മെന്റ് to make long-term changes to improve these skills. നമുക്ക് എപ്പോൾ ഓരോ കാര്യവും നമ്മൾ മോട്ടോർ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും നമ്മൾ എഴുതി തുടങ്ങണം, എപ്പോൾ നമ്മൾ എഴുതി നിർത്തണം, ഇങ്ങനെയുള്ള മോട്ടോർ മൂവ്മെൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എങ്ങനെ നമ്മൾ കൈ ചലിപ്പിക്കണം, ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ കൈ ചലിപ്പിക്കണം, എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെ ആ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. സോ ഓൾ ദീസ് തിങ്സ് ആർ കണക്റ്റഡ് ടു ദി സെറിബെല്ലം എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊന്നും CDPO എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാത്തത്. ഇതൊക്കെ നെറ്റ് എക്സാമിലേക്കാണ് ഇത്രയും പോർഷൻസ് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് ഡേ നമുക്ക് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് മുറയ്ക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നേക്കരുതേ.